അക്ഷർപൂർ ഗ്രാമത്തിൽ മംഗ്രോ തന്റെ അമ്മയുടെ കൂടെ ജീവിക്കുകയായിരുന്നു. ആ ഗ്രാമത്തിൽ പലർക്കും എല്ല് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ഈ അസുഖങ്ങൾ തലമുറകളായി വ്യാപിച്ചിരുന്നു. മംഗ്രോ തന്റെ 70 വയസ്സുള്ള അമ്മയെയും കൊണ്ട് വീൽ ചെയറുമായി ബഡായിയുടെ കടയിലേക്ക് പോകുകയായിരുന്നു. എല്ലാം എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു മംഗ്രോ? പിന്നെ നീ എന്താ അമ്മേനെ ഇങ്ങോട്ട് കൂട്ടുകൊണ്ടുവന്നിരിക്കുന്നത്? അത് പിന്നെ ചേട്ടാ, നിങ്ങളല്ലേ ഈ വീൽ ചെയർ ഞങ്ങൾക്ക് തന്നത്? ഇത് കുറച്ച് ശരിയായിട്ടില്ല ഏട്ടാ. ഇത് റിപ്പയർ ചെയ്തിട്ട് എന്നെ 1 മാസം പോലും ആയിട്ടില്ല. ഇത് വീണ്ടും റിപ്പയർ ആയിട്ടുണ്ട്. മൊത്ത ഗ്രാമത്തിലും ഇതല്ലേ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നീ ഇത് വാങ്ങിയിട്ട് 2 വർഷം ആയിട്ടുണ്ട്. അപ്പോഴിത് റിപ്പയർ എല്ലാം ആവുക. മോനെ ബഡായി, നിന്റെ അച്ഛൻ ഉണ്ടാക്കുന്ന ആ വീൽ ചെയർ അതെല്ലാം എത്ര നല്ല വീൽ ചെയർ ആയിരുന്നു. അത് ഒരുപാട് വർഷങ്ങൾ നിലനിന്നിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ അത് എന്റെ അച്ഛനാണ് ചെയ്യുക മുത്തശ്ശി. ഇവിടെ നോക്ക്, നിനക്ക് വേണ്ടെങ്കിൽ നീ പറഞ്ഞേക്ക്. നിനക്ക് കാശ് എപ്പോ വരുന്ന അപ്പൊ ഒന്ന് വാങ്ങിച്ചോളൂ. പോകാം മംഗ്രു, ഇനിയും അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഗ്രാമത്തലവന്റെ വീട്ടിലേക്ക് പോയി. വാ മംഗ്രോ. നമസ്കാരം അമ്മേ. പറയൂ, ഞാൻ നിങ്ങൾക്ക് അങ്ങനെ എന്ത് സേവയാണ് ചെയ്യേണ്ടത്? ഞങ്ങളിപ്പോ വരുന്നത് ബഡഹയുടെ കടയിൽ നിന്നാണ്. ഒരു സഹായവും കിട്ടിയില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഏതെങ്കിലും പഴയ വീൽ ചെയർ ഉണ്ടെങ്കിൽ എനിക്ക് തരണം. നിങ്ങളൊന്നും വിഷമിക്കണ്ട. ഈ വർഷം എല്ലാവർക്കും ഞങ്ങൾ വീൽ ചെയർ തരില്ലേ? അപ്പൊ നിങ്ങൾക്കും ഒന്ന് എടുത്തു വെച്ചേക്കാം. മുതലാളി, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കോ, എന്താണ് കാര്യം? നമ്മൾ ഈ സൂക്കാട് മുഴുവനും സുഖാക്കുന്നവരെ നമുക്ക് മുന്നോട്ട് പോവാനേ പറ്റില്ല. മംഗ്രു, നീ പറയുന്ന കാര്യം ശരി തന്നെയാണ്. പക്ഷെ നമ്മളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങളെല്ലാം ചെറിയ ചെക്കന്മാരാണ്. ഒരു ശ്രമം എടുത്തു നോക്കിയാൽ നിങ്ങൾ എഴിക്കുമ്പോൾ തന്നെ ഇതിനുള്ള ഒരു വഴി കണ്ടെത്താം. ശരി മുതലാളി, ഞങ്ങളിപ്പോൾ പുറപ്പെടുകയാണ്. മംഗ്രു അമ്മയെയും കൊണ്ട് തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ബഡഹിയാണെങ്കിൽ തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഗുണനിലവാരമില്ലാത്ത വീൽ ചെയറാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതിൽ മംഗ്രുവിന് വളരെയധികം നിരാശയുണ്ടായിരുന്നു. അങ്ങനെ രാത്രിയായി. മായ ഉറങ്ങുമ്പോൾ മംഗ്രു പതുക്കെ നദിക്കരയിലേക്ക് നടന്നു. നദിയുടെ സമീപത്തിരുന്ന് മംഗ്രു പതുക്കെ കല്ലുകൾ എറിയുകയായിരുന്നു. അവൻ സ്വയം പിറുപിറുത്തുകൊണ്ടേയിരുന്നു. ഈ ഗ്രാമത്തിൽ അങ്ങനെ എന്ത് പ്രശ്നം അറിയുന്നില്ല. 50 വയസ്സാവുന്ന മുമ്പ് തന്നെ ഇവിടെയുള്ള ജനങ്ങളൊക്കെ മരിച്ചു പോകുന്നുണ്ടല്ലോ. പിന്നെ ആ ബഡായി മക്കൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വേഗം തന്നെ റിപ്പയർ ആവുന്ന പോലെയാണല്ലോ അവൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. ജനങ്ങൾ അത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങാൻ തോന്നുന്നുണ്ട്. പെട്ടെന്ന് നദിയിൽ നിന്ന് ഒരു സ്ത്രീയുടെ നിലവിളി ശബ്ദം കേട്ടു. രക്ഷിക്കൂ, രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. ചേട്ടാ, ആരാണ്? എന്ത് സംഭവിച്ചു? നിലവിളിച്ചുകൊണ്ട് ആ ശബ്ദം പുറത്തേക്ക് വന്നു. അവൻ നോക്കിയപ്പോൾ അതൊരു മുറിവേറ്റ മുതലയായിരുന്നു. അതിന്റെ കാലുകളിൽ ചൂടിനെ കൊണ്ട് മുറിവേറ്റിരുന്നു. എന്റെ ദൈവമേ, ഇതെന്താണ്? എന്നെ സഹായിക്കൂ, എന്നെ ഒന്ന് രക്ഷിക്കൂ. മംഗ്രുവിന് വളരെയധികം ഭയം തോന്നി. എന്നിട്ടും അതെല്ലാം ഉള്ളിലൊതുക്കി അവൻ ആ മുറിവേറ്റ മുതലയെ സഹായിക്കാനായി പോയി. ആ മുറിവേറ്റ കാലിൽ നിന്നും അവൻ ചൂണ്ട പറിച്ചെടുത്തു. എന്നിട്ട് ഒരു തുണി കഷ്ണം ഉപയോഗിച്ച് ആ മുറിവേറ്റ കാൽ കെട്ടി. ശരി, ആ മുറിവ് ഉണങ്ങാൻ കുറച്ച് നേരം എടുക്കും. പെട്ടെന്ന് ആ മുതല ഒരു സുന്ദരിയായ ജലകന്യകയുടെ രൂപത്തിലേക്ക് മാറി. എന്നിട്ട് മംഗ്രുവിനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊരു ജലകന്യകയായിരുന്നു. എനിക്ക് വളരെ വലിയ ഒരു ശാപം കിട്ടി. ഞാൻ എന്റെ അംഗലാവണ്യത്തിൽ അഹങ്കരിച്ച് ഒരു ഋഷിയോട് ക്രൂരമായി സംസാരിച്ചു. അദ്ദേഹത്തെ അപമാനിച്ചു. അപ്പോൾ അദ്ദേഹം എന്നെ ശപിച്ചു. അതായത് ഞാൻ ക്രൂരമുഖമുള്ള ഒരു മുതലയായി മാറുമെന്ന്. എപ്പോഴെങ്കിലും സാഹസികനായ ഒരു മനുഷ്യൻ വന്ന് എന്റെ ഈ ക്രൂരമുഖം കണ്ടിട്ടും എന്നെ സഹായിക്കുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് ശാപമോക്ഷം കിട്ടുമെന്ന്. നീയൊരു സാഹസികനും ധീരനും നല്ലവനുമാണ്. നീ വളരെ നല്ലവനാണ്. നിന്റെ ഈ സദ്ഗുണങ്ങളിലെല്ലാം സംതൃപ്തയായി ഞാൻ നിനക്ക് ഒരു ആഗ്രഹം സഫലീകരിച്ചു തരാം. എനിക്ക് വേണ്ടി ഒന്നും വേണ്ട ദേവി. പക്ഷെ നിങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും വരം തരികയാണെങ്കിൽ ഞങ്ങൾക്കൊരു ശാപം ഉണ്ടായിരുന്നു. അത് പോയി കിട്ടിയാൽ വളരെ നന്നായിട്ടുണ്ടാവും. നീ സ്വാർത്ഥരഹിതനാണ്. ശരി, തഥാസ്തു. നിന്റെ വീടിന് സമീപത്ത് തന്നെ ഒരു കിണർ വരും. ആ കിണറിൽ പാലുകൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ നിനക്ക് നിന്റെ ഇഷ്ടപ്രകാരം പുറത്തേക്കെടുക്കാം. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെ സഹായം ഉണ്ടാവും ദേവി? പാലെന്ന് പറഞ്ഞാൽ എല്ലിന്റെ പ്രശ്നങ്ങൾക്ക് നല്ലൊരു മരുന്നാണ്. പക്ഷേ ഇത് ദിവ്യമായ പാലാണ്. അത് കുടിക്കുകയോ അത് വെച്ച് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യും. അത് എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് തന്നെ ശരിയാക്കും.
നീ ശ്രദ്ധിക്കണം മംഗ്രു. നിന്റെ നല്ല സ്വഭാവം കണ്ടാണ് ഞാൻ ഇത് തന്നത്. ഇതിന്റെ ഫലം നിന്റെ ആഗ്രഹം പോലെയാണ് നടക്കുക. ഇനി ഞാൻ പോകുകയാണ്. എല്ലാ ആശംസകളും. മംഗ്രു വളരെയധികം സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്കെത്തി. അവൻ അവിടെ വളരെ വലിയൊരു കിണർ കണ്ടു. അതിൽ നല്ല വെളുവെളുത്ത പാൽ കണ്ടു. ദേവി വിജയിക്കട്ടെ. പിറ്റേ ദിവസം മംഗ്രു പഞ്ചായത്ത് വിളിച്ചുകൂട്ടി. എല്ലാവരും മംഗ്രുവിന്റെ വീടിന് പുറത്ത് ഒത്തുചേർന്നു. ആ കൂട്ടത്തിൽ ഗ്രാമവാസികളുടെ കൂടെ ഗ്രാമത്തലവൻ ബഡായി, പിന്നെ സോംനാഥ് മേസ്തിരിയും ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവർക്കും നമസ്കാരം. ഒരു മുഖ്യമായ കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ എല്ലാവരും ഞാൻ വിളിച്ചത്. കേൾക്കാൻ തന്നെ വളരെ മുഖ്യമായിട്ട് കാര്യം തോന്നുന്നുണ്ട്. പക്ഷെ ആ കാര്യം എന്താണ്? നീ ധൃതിയായിട്ട് വിളിച്ചിട്ട് എന്തോ കാര്യം പറയുകയാണെങ്കിൽ എന്തോ മുഖ്യമായ കാര്യമായിരിക്കും. അത് നന്നായിട്ടായിരിക്കും. എന്റെ നല്ല നേരം ഞാൻ ഇവിടെ കളയുകയാണല്ലോ. അതെ ചേട്ടാ, മുഖ്യമായുള്ള കാര്യമാണ്. ഇവിടെ ഒരു കിണർ കാണുന്നില്ലേ? ഒരു കടൽ ദേവി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ പാൽ കിണർ തന്നിട്ടുണ്ട്. എന്റെ ആഗ്രഹപ്രകാരം ആരൊക്കെ ഇവിടെ വന്നിട്ട് ആ പാലെടുക്കുന്നുണ്ടോ അവരുടെ പ്രശ്നങ്ങളും ചേർത്തിട്ട് ഗ്രാമത്തിന്റെ മൊത്തം പ്രശ്നങ്ങൾ തീരുന്നാ പറഞ്ഞത്. പിന്നെ ഈ കുടുംബ സൂക്കേടൊക്കെ വരില്ലെന്നാ പറഞ്ഞത്. നീ എന്താ കളിക്കുകയാണോ? ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ വിളിച്ചത്. ഇതാണോ ഈ മുഖ്യമായ കാര്യം? എനിക്ക് നന്നായിട്ട് അറിയാം, വരവും ശാപവും വിശ്വസിക്കുന്നത് വളരെ പാടാണ്. നിങ്ങൾ തന്നെ ആ കിണറ്റിൽ പോയിട്ട് ആ പാലൊന്ന് കുടിച്ചു നോക്കൂ. മംഗ്രു പറഞ്ഞത് കേട്ട എല്ലാ ഗ്രാമവാസികളും കിണറിലേക്ക് എത്തി നോക്കി. അവർ അവിടെ കണ്ടത് സത്യമായ പാൽ തന്നെയായിരുന്നു. എല്ലാവരും അത്ഭുത പരതന്ത്രരായി. മംഗ്രു ഒരു ബക്കറ്റിൽ പാലെടുത്ത് എല്ലാവർക്കും പാൽ കുടിക്കാൻ നൽകി. എന്റെ വയസ്സും ഇപ്പൊ ആ രേഖയെക്കാട്ടും വളരെ കൂടുതലായിരുന്നു. എന്റെ എല്ലിനൊക്കെ വളരെ വേദന ഉണ്ടായിരുന്നു. പക്ഷെ ഈ പാല് കുടിച്ചതിന് ശേഷം എനിക്ക് എന്തോ വളരെ നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതേ മുതലാളി, നിങ്ങൾ പറഞ്ഞത് വളരെ ശരി തന്നെയാണ്. ഒരു പക്ഷെ നമ്മൾ മംഗ്രു പറഞ്ഞു കേട്ടാൽ നമ്മുടെ ഈ പാരമ്പര്യ സുഖത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതെ സോംനാഥ്, അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളിവിടെ വിളിച്ചത്. പിന്നെ ഞാൻ എന്താ വിചാരിക്കുന്ന വെച്ചാൽ നമ്മൾ എല്ലാരും ചേർന്നിട്ട് എല്ലാ വീട്ടിലും ഈ പാല് കൊണ്ട് നമുക്ക് പന്നീരും ഉണ്ടാക്കാം. ഞാൻ ആഗ്രഹിച്ചാൽ ഇത് പാല് പന്നീരായിട്ട് മാറാൻ പറ്റും. പിന്നെ എല്ലാം എളുപ്പമായിരിക്കും. ആ ശരി മംഗ്രു. എല്ലാവരും സന്തോഷഭരിതരായിരുന്നു. പിറ്റേ ദിവസം മുതൽ എല്ലാവരും ചേർന്ന് പനീർ ഉണ്ടാക്കാൻ തുടങ്ങി. എല്ലാ ഗ്രാമവാസികളും വളരെയധികം സന്തോഷഭരിതരായിരുന്നു. എല്ലാവരും ആ ഗ്രാമത്തിൽ ഐകകണ്ഠ്യേന ജീവിക്കാൻ തുടങ്ങി. എല്ലാവരും കാത്തുകാത്തിരുന്നത് എന്തിനെന്നോ, തലമുറകളായി വ്യാപിച്ചുകൊണ്ടിരുന്ന ഈ അസുഖം എങ്ങനെ മാറുമെന്ന്, മാത്രമല്ല അത് എത്രത്തോളം മാറുമെന്നും. മേസ്തിരിയും ഗ്രാമത്തലവനും മംഗ്രുവിന്റെ വീട്ടിലിരിക്കുകയായിരുന്നു. മായയ്ക്ക് എഴുന്നേറ്റ് നടക്കാനേ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ സ്വയം നടന്നു വരുന്നു. ഈ 2 മാസം കൊണ്ട് എത്ര വലിയ മുന്നേറ്റം ഒന്നും എനിക്ക് പറയാനേ പറ്റുന്നില്ല. അതേ മുതലാളി, എല്ലാം ശരിയായിട്ട് വന്നാൽ ഇന്ന് 2 വർഷത്തിൽ തന്നെ ഈ മൊത്തം പ്രശ്നം അങ്ങ് പോയി തീരുമല്ലോ. പിന്നെ നമ്മൾ വരുന്ന ഈ കുടുംബത്തിനൊക്കെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ഓർമ്മിച്ചോളൂ, ആ ബഡായി ഉണ്ടല്ലോ, അവൻ എന്നെ ഇങ്ങനെ പേടിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഈ ഗ്രാമത്തിന് ഞാൻ സഹായിക്കാൻ പാടില്ലെന്നാ പറയുന്നത്. ചെറുപ്പത്തുള്ള ഫ്രണ്ട് അല്ലേ ഞാൻ വാക്ക് കൊടുത്തു പോയി. പക്ഷെ അത് ചെയ്യാത്തത് കൊണ്ട് അവൻ എന്നെ തന്നെ നശിപ്പിച്ചാളെന്നൊക്കെയാ പറയുന്നത്. ഇത് വിഷമിക്കേണ്ടുള്ള കാര്യമാണല്ലോ. പക്ഷെ അവൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് മുതലാളി? നീ ഒരു പാവമാണ് മംഗ്രു, അതുകൊണ്ടാ നിനക്ക് മനസ്സിലാവാത്തത്. ഒരു പക്ഷേ എല്ലാവരുടെ കുറവുകളും ശരിയായി പോയാൽ പിന്നെ അവന്റെ വ്യാപാരം കടന്നു പോവല്ലോ. മംഗ്രു സ്വയം ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ അവൻ ഒരു ഉത്തരവും നൽകിയില്ല. നീ എന്താ ഒന്നും സംസാരിക്കാത്ത മംഗ്രു? ഒരു പക്ഷെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നീ ഞങ്ങളോട് പറഞ്ഞ നിമ്മതിയായിട്ടുണ്ടായിക്കോ. ഇല്ല, നമ്മൾ ഒന്നും ചെയ്യാൻ ഒരു കാര്യവുമില്ല. പക്ഷെ എന്താ അങ്ങനെ? ഒരു പക്ഷേ ബഡയെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു നോക്കിയാൽ അപ്പൊ അത് നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും. ഞാൻ ബഡേനെ മേലെ ഇപ്പോഴും ഒരു വിശ്വാസം വെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പക്ഷെ എന്തെങ്കിലും തെറ്റ് നടന്നാൽ ഗ്രാമത്തിന് ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. ശരി, നീ പറയുന്ന പോലെ നടക്കട്ടെ മംഗ്രു. എല്ലാവരും തങ്ങളുടെ വീട്ടിലേക്ക് പോയി. മംഗ്രു ആണെങ്കിലോ ഗ്രാമത്തിൽ മുഴുവൻ പാല് നൽകാനും പോയി. അങ്ങനെ വൈകുന്നേര സമയമായി. ബഡായി ആണെങ്കിലോ ആ കിണറിന്റെ സമീപത്ത് നിന്ന് സ്വയം പിറുപിറുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്റെ വ്യാപാരം തന്നെ നശിപ്പിക്കാൻ വേണ്ടി ഇവന്മാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഗ്രാമത്തിന് വലിയ തലവരാണെന്ന് നീ ആഗ്രഹിച്ചതല്ലേ? ഈ എല്ലാ കെമിക്കൽ ഇട്ടിട്ട് ഈ മൊത്ത പാല് ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്. പിന്നെ നമുക്ക് നോക്കാം. തന്റെ കയ്യിലുണ്ടായിരുന്ന ബക്കറ്റിലുള്ള കെമിക്കൽ മുഴുവൻ അവൻ കിണറിലേക്ക് ഒഴിച്ചു. പക്ഷേ പെട്ടെന്ന് തന്നെ കിണറിനുള്ളിൽ നിന്ന് ആ സുന്ദരിയായ ജലകന്യക പ്രത്യക്ഷപ്പെട്ടു. ഈ ലോകത്തിൽ വളരെ വലിയ കർമ്മഫലമുണ്ട്. ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്യൂ. പക്ഷെ കർമ്മം ചെയ്യാതെ ജീവൻ നിലനിൽക്കില്ല.
നീ ആരാണ്? പിന്നെ നിനക്ക് എന്താ വേണ്ടത്? ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്നോ? നിങ്ങൾക്ക് എന്തെങ്കിലും കർമ്മം ചെയ്യണമെങ്കിൽ നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യൂ. തെറ്റായ കർമ്മങ്ങൾക്കുള്ള ഫലം വളരെ മോശമായിരിക്കും. അങ്ങനെയാണോ? വലുതായിട്ടൊന്നും സംസാരിക്കണ്ട. എനിക്കാരാ ശിക്ഷ തരാൻ പോരുന്നത്? നിന്റെ തെറ്റായ ചിന്തകൾക്കും തെറ്റായ കർമ്മങ്ങൾക്കും ഒരേ ഒരു ഫലം മാത്രമേ ഉള്ളൂ. ഞാൻ നിന്നെ ശപിക്കാൻ പോകുന്നു. അതായത് നിന്റെ എല്ലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെടും. നിനക്ക് ഭാരം ചുമക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നിനക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ളവർ എത്ര കഷ്ടപ്പാട് അനുഭവിക്കുന്നുവെന്ന്. ഈ ശാപം എങ്ങനെ അവസാനിക്കുമെന്നോ? അതായത് നിസ്വാർത്ഥനായ ഒരു മനുഷ്യൻ നല്ലവൻ, അവൻ വന്ന് നിന്നെ സഹായിക്കുമ്പോൾ അപ്പോൾ മാത്രം അവൻ നിന്റെ ദുഷ്ടതരങ്ങൾ അറിഞ്ഞിട്ടും നിന്നോട് ക്ഷമിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവൻ ഒരു ഭാരമില്ലാത്ത വസ്തുവിനെ പോലെ നിലത്തേക്ക് വീണു. ജലകന്യകയാണെങ്കിലോ അവിടെ നിന്നും അപ്രത്യക്ഷയായി. അയ്യോ രക്ഷിക്കോ! മംഗ്രു സോംനാഥിന്റെ കൂടെ അവിടേക്ക് എത്തിച്ചേർന്നു. അവരെത്തിയപ്പോൾ കണ്ടത് ബഡായി ഒരു ഭാരമില്ലാത്ത വസ്തുവിനെ പോലെ നിലത്ത് കിടക്കുന്നതാണ്. അപ്പോൾ ബഡായി ചേട്ടാ, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ചേട്ടാ എന്നെ രക്ഷിക്കൂ, ചേട്ടാ എന്നെ രക്ഷിക്കൂ, എന്നെ ഈ ശാപത്തിൽ നിന്ന് എനിക്ക് മുക്തി തരൂ. പക്ഷെ നീ അങ്ങനെ എന്താണ് ചെയ്തത്? അത് ബഡായി നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സോംനാഥ് രോഷാകുലനായി പറഞ്ഞു, പക്ഷേ നീ ചെയ്ത ഈ ജോലിക്ക് തീർച്ചയായിട്ടും ക്ഷമ ചെയ്യാനേ പറ്റില്ല. ക്ഷമിക്കൂ ചേട്ടാ, ക്ഷമിക്കൂ ചേട്ടാ, എന്നോട് ക്ഷമിക്കൂ ചേട്ടാ. ഒരു കാര്യം നീ മനസ്സിലായിക്കോ, നീ അത്യാഗ്രഹം കൊണ്ടാണ് നിനക്ക് ഈ ശാപം കിട്ടിയിരിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നം തീർക്കാൻ വേണ്ടി നിന്റെ അടുത്ത് ഐഡിയ ഇല്ല. പക്ഷെ ആ കഷ്ടത്തിൽ നിന്ന് ഞങ്ങൾ ശരിയാവുമ്പോൾ നീ വീണ്ടും അവർക്ക് അതേ പ്രശ്നം തരണമെന്ന് നീ നോക്കിയില്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. ഇത് എപ്പോ നമുക്ക് ആപത്ത് വരുന്നുണ്ടോ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്റെ അച്ഛൻ എന്തിനു വേണ്ടിയാണ് ഇത്രയും പേര് സഹായിച്ചത് ഇപ്പോഴാണ് മനസ്സിലായത്. ശരി, ഞാൻ ഒരു കണ്ടീഷൻ ഇല്ലാതെ ഞാൻ ഇപ്പൊ തന്നെ ക്ഷമ തന്നേക്കാം. നിന്റെ ഉള്ളിലുള്ള നല്ല മനുഷ്യൻ നന്നായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ബഡായിക്ക് എല്ലാം ശരിയായി. എന്നിട്ട് കൈകൂപ്പിക്കൊണ്ട് മംഗ്രുവിനോട് മാപ്പപേക്ഷിച്ചു. ഈ സംഭവം നടന്ന കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഗ്രാമത്തിലെ ഈ അസുഖം നിശേഷം ഇല്ലാതായി. ഒരു ഗ്രാമത്തില് രൂപ്വതി എന്ന പേരുള്ള പെങ്കൊച്ച് അവളുടെ അച്ഛനോടൊപ്പം താമസിക്കുമായിരുന്നു. രൂപ്വതിക്ക് അമ്മയില്ലായിരുന്നു. അതുകൊണ്ട് അവളുടെ അച്ഛൻ ജോലി ചെയ്യാൻ പോകുമ്പം അവള് വീട്ടിനകത്ത് ഒറ്റയ്ക്കായിരുന്നു. ഒരു ദിവസം രൂപ്വതി അവളുടെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, നിങ്ങൾക്ക് എനിക്കൊരു അമ്മയെ തരാമോ? ഇല്ലെങ്കിൽ ഒരു പശുവിനെ മേടിച്ചതാ. ഞാൻ ദിവസം മുഴുവനും വീട്ടില് ഒറ്റയ്ക്ക് ഇരുന്നിരുന്ന് ബോറടിക്കുന്നുണ്ട്. മോളെ, എനിക്ക് നല്ല പ്രായമൊക്കെ ആയി. നിനക്കൊരു അമ്മയെ തരാൻ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം ഈ പ്രായത്തിൽ ആരും എന്നെ വിവാഹം കഴിക്കില്ല. പക്ഷേ വേണമെങ്കിൽ ഞാൻ നിനക്കൊരു പശുവിനെ കൊണ്ടുവരാം. എല്ലാ ഞായറാഴ്ചയും ഗ്രാമത്തില് പശുക്കളെ വിൽക്കാനായിട്ട് ഒരുപാട് പേര് വരുമായിരുന്നു. രൂപതിയുടെ അച്ഛൻ ചന്തേന്ന് അവൾക്ക് വേണ്ടി ഒരു പശുവിനെ മേടിച്ചു കൊണ്ടുവന്നു. ഇത് കൊള്ളാമല്ലോ അച്ഛാ, നല്ല ഭംഗിയുണ്ട് ഈ പശുവിനെ കാണാൻ. ഞാൻ ഇതിന് മുന്നി എന്ന് പേരിടും. അതിനുശേഷം രൂപതി വീട്ടിൽ ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല. അവള് ദിവസം മുഴുവനും മുന്നിയോടൊപ്പം കളിക്കുമായിരുന്നു. ചിലപ്പോ അതിനെ കഴിക്കാൻ പുല്ലു കൊടുക്കും, ചിലപ്പോ അതിനെ പാല് കറക്കും. അത് മാത്രമല്ല, കവിതയും വായിച്ചു കേൾപ്പിക്കുമായിരുന്നു. രൂപതിയുടെ വീടിന്റെ പുറകിൽ സേട്ടും അയാളുടെ ഭാര്യയും താമസിക്കുമായിരുന്നു. രൂപതിയുടെ പശു മുന്നിക്ക് നല്ല വികൃതിയായിരുന്നു. അവസരം കിട്ടുമ്പോഴെല്ലാം ഗ്രാമത്തില് ഓടിക്കളിക്കുമായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് രൂപതി ഉറങ്ങിപ്പോയി. അവസരം കിട്ടിയ മുന്നേ സേഠ്ജിയും ഭാര്യയുടെ വീട്ടിൽ പോയി വൃത്തിയുള്ള മുറിക്കകത്ത് അവിടെ എവിടെയും ചാണകം ഇട്ടു. ഉറങ്ങി എണീറ്റ് ഇത് കണ്ടപ്പോ സേഠിന്റെ ഭാര്യയ്ക്ക് ദേഷ്യം വന്നു. ഒന്നും നോക്കാതെ വടിയെടുത്ത് മുന്നിയെ അവര് ഒരുപാട് തല്ലി. വേദന കൊണ്ട് പൊളയുന്ന മുന്നിയുടെ ഒച്ച രൂപ്മതി കേട്ടപ്പം അവള് ഉറക്കത്തിന്ന് ഞെട്ടി എണീച്ചു. രൂപ്മതി ഓടി സേഠിന്റെ വീട്ടിലെത്തി. വേണ്ട വേണ്ട, വല്യമ്മ തല്ലല്. വല്യമ്മേ, ഇങ്ങനെ തല്ലി അത് ചാകും. മര്യാദയ്ക്ക് വിളിച്ചോണ്ട് പോയിക്കോണം. ഇനി ഇങ്ങനെങ്ങാനും എന്റെ വീട് അഴുക്കാക്കിയ പിന്നെ ഞാൻ ഇതിനെ തല്ലിക്കൊല്ലും, പറഞ്ഞേക്കാം. രൂപതി കരഞ്ഞോണ്ട് മുന്നിയോടൊപ്പം വീട്ടിൽ വന്നു. മുന്നിയുടെ ഒരു കൊമ്പ് ഒടിഞ്ഞുപോയി. ഇവിടെ ഒരു ആണി കിഴിച്ചിട്ട് ഇതിനെ അതേ കെട്ടിയിടുന്നതായിരിക്കും നല്ലത്. രൂപതി പശുവിന്റെ കൊമ്പേല് മരുന്ന് തേച്ച് കെട്ടിവെച്ചു. എന്നിട്ട് നിലത്തൊരു ആണി ഇടിച്ച് മുന്നിയെ അതില് കെട്ടിവെച്ചു. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. കാരണം എനിക്ക് ഇവിടുന്ന് ഓടാൻ പറ്റില്ലല്ലോ. ഒരു ദിവസം രൂപതിയുടെ വീട്ടില് പോസ്റ്റ്മാൻ കത്തും കൊണ്ട് വന്നു. എന്ത് പറ്റി മോളെ? ആരുടെ കത്താ വന്നത്?
അച്ഛാ, നഗരത്തിലുള്ള ചിറ്റപ്പന്റെ കത്താണ് വന്നത്. അടുത്ത മാസം 24-ാം തീയതി പ്രീതിയുടെ വിവാഹമാണ്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രൂപതി അനിയത്തിയുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ പോയി. നോക്കു മുന്നി, 2 ദിവസത്തെ കാര്യമേ ഉള്ളൂ. കഴിക്കാൻ പുല്ല് വെച്ചിട്ടുണ്ട്, കഴിച്ചോണം. കുടിക്കാനായിട്ട് വെള്ളവും ഉണ്ട്, കുടിക്കണം കേട്ടോ. രൂപതിയും അവളുടെ അച്ഛനും അവിടുന്ന് പോയതിനു ശേഷം മുന്നി അവളുടെ കയറെ വലിച്ചു വലിച്ച് ആണി തറയെന്ന് വലിച്ചെടുത്തു. അവള് ഗ്രാമത്തിൽ അവിടെ ഇവിടെ മലയാൻ തുടങ്ങി. ജനലിക്കൂടെ എത്തി നോക്കിയപ്പം സേട്ടും ഭാര്യയും നല്ല ഉറക്കത്തിലായിരുന്നു. മുന്നി അവരുടെ വീട്ടിനകത്ത് കയറി ഉറങ്ങിക്കിടന്ന 2 പേരുടെ മുഖത്തും ചാണകം ഇട്ടു. 2 ദിവസത്തിനു ശേഷം രൂപതി വീട്ടിൽ തിരിച്ചു വന്നപ്പോ ആണി നിലത്തുനിന്ന് ഊരിയിട്ടേക്കുന്നതായിരുന്നു കണ്ടത്. അച്ഛാ, മുന്നി എവിടെ പോയി? 2 പേരും ഗ്രാമം മുഴുവനും മുന്നിയെ അന്വേഷിച്ചു. അല്ല ചേട്ടാ, ഞങ്ങളുടെ പശുവിനെ ഇവിടെ കാണാൻ കണ്ടായിരുന്നോ? അതെ മോനെ, നിങ്ങളുടെ പശുവിനെ ഇവിടുത്തെ സേട്ടും സേട്ടാനും ചേർന്ന് തല്ലി കൊന്നു. രൂപതിയും അവളുടെ അച്ഛനും ഒരുപാട് വിഷമമായി 2 പേരും ചേർന്ന് സേട്ടിന്റെ വീട്ടിൽ പോയി. ഇത് എന്തൊക്കെയാണ് സേച്ചി? നിങ്ങള് ഞങ്ങളുടെ പശുവിനെ കൊന്നോ? അതെ, കൊന്നല്ലോ. അത് വീട്ടിനകത്ത് കയറി വന്ന് ഞങ്ങളുടെ മുഖത്ത് ചാണകം ഇട്ടു, അതുകൊണ്ട് അതിനെ ഞങ്ങൾ കൊന്നു. നിങ്ങൾ ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഞാൻ ഇവിടുത്തെ മുതിർന്നവരോട് സംസാരിക്കാൻ പോവാ. നിങ്ങൾക്ക് ശിക്ഷ വാങ്ങിച്ചു തരും. നിങ്ങൾ പറഞ്ഞു വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു മൃഗത്തിന് പകരം വേറൊരു മൃഗത്തെയാ കൊടുക്കേണ്ടത്. അതാണ് ഇവിടുത്തെ നിയമം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയ ഒരു പശുവിനെ മേടിച്ചിട്ടുണ്ട്. അങ്ങോട്ട് നോക്കിക്കേ. ഞങ്ങളുടെ പശു ഇത്രയ്ക്ക് ക്ഷീണിച്ചല്ല ഇരുന്നത്. ഇത്രയ്ക്ക് വയസ്സായി ഈ പശുവിനെ നിങ്ങൾ എവിടെ നിന്നാണ് എടുത്തോണ്ട് വന്നത്? നോക്ക്, ഇവിടെ നിന്നോണ്ട് വെറുതെ നിങ്ങൾ വാചകം അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പശുവിന് പകരം വേറൊരു പശുവിനെയാ തരുന്നത്. മര്യാദയ്ക്ക് അതിനെ കൊണ്ടുപോയിക്കോ. എനിക്കെതിരെ വഴക്കിനൊന്നും നിൽക്കണ്ട. ഒരു കാര്യം ഓർത്തു വെച്ചാ മതി, നിങ്ങളുടെ വീട്ടിലുള്ളത് ഒരു പെങ്കൊച്ചാണ്. എന്നെ എന്ത് ചെയ്യുമെന്നാ നിങ്ങൾ ഈ പറയുന്നേ? നീ വാ മോളെ. ഇത്രയ്ക്ക് അഹങ്കാരമുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന വെറുതെയാണ്. രൂപതിയും അവളുടെ അച്ഛനും പ്രായമായ ആ പശുവിനെ കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അച്ഛാ, എനിക്ക് എന്റെ മുന്നേ തിരിച്ചു വേണം. മോളെ, മുന്നി ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. നമുക്ക് പ്രായമായ ഈ പശുവിനെ നന്നായിട്ട് നോക്കാം. രൂപതിയും അവളുടെ അച്ഛനും ക്ഷീണിച്ചിരിക്കുന്ന ആ പശുവിനെ നന്നായിട്ട് നോക്കുമായിരുന്നു. പശുവിന്റെ ആരോഗ്യത്തിന് നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഒരു ദിവസം രൂപതി പാല് കറക്കാനായിട്ടിരുന്നു. അച്ഛാ, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. പാലിന് പകരം സ്വർണ്ണ നിറത്തിലെ വെള്ളമാണ് ഈ വരുന്നത്. അല്ല, ഇതെങ്ങനെ സംഭവിച്ചു? കുറച്ചു നേരം കഴിഞ്ഞ് തൊട്ടിലിരുന്ന ആ വെള്ളം കട്ടിയായി സ്വർണമായിട്ട് മാറി. ഇത് കൊള്ളാമല്ലോ മോളെ. ഇത് സ്വർണം തരുന്ന പശുവാണ്. സ്വർണം തരുന്ന ആ പശുവിന്റെ സഹായത്തോടെ രൂപതി ഒരു വലിയ പണക്കാരിയായിട്ട് മാറി. ഇത് കൊള്ളാം, നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമേ. നിങ്ങൾ ശരിക്കും ഒരു വിഡ്ഢി തന്നെയാണ്. ക്ഷീണിച്ച പ്രായമായ ആ പശു നിങ്ങൾ രൂപതിക്ക് കൊടുത്തില്ലേ? അത് അവർക്ക് സ്വർണമാണ് കൊടുക്കുന്നത്. ആ പശു ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ 2 പേരും വലിയ പണക്കാരായിട്ട് മാറിയേനെ. സ്വർണം തരുന്ന ആ പശുവിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സേട്ട് പദ്ധതി ഇടാൻ തുടങ്ങി. ഞായറാഴ്ച നടക്കുന്ന ചന്തേന്ന് നല്ലൊരു പശുവിനെ അയാള് വാങ്ങി. എന്നിട്ട് അതിനെയും കൊണ്ട് നേരെ രൂപതിയുടെ വീട്ടിലെത്തി. പറയൂ സേട്ട്, എന്തിനാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നത്? അല്ല മോളെ, അച്ഛൻ വീട്ടിലുണ്ടോ? ഇല്ല, ജോലിക്ക് പോയിട്ടുണ്ട്. എനിക്ക് ആ പ്രായമായ പശു തിരിച്ചു വേണം. ആ പശുവാണെങ്കിൽ എനിക്ക് എന്റെ അമ്മയെ പോലെയാണ്. നിങ്ങൾക്ക് അതിനു പകരം നല്ല ആരോഗ്യം ചുറുചുറുപ്പുള്ള ഈ പശുവിനെ എടുക്കാം. അത് കൊള്ളാമല്ലോ. ക്ഷീണിച്ചിരുന്ന പ്രായമായ ആ പശുവിനെ ഞങ്ങൾ നന്നാക്കി എടുത്തപ്പോ അത് സ്വർണപ്പാല് കൊടുക്കുന്നു എന്നറിഞ്ഞോണ്ട് നിങ്ങൾക്ക് ആ പശുവിനെ ഇപ്പൊ തിരിച്ചു വേണം. ഞങ്ങൾ തരില്ല. നന്നായിട്ട് ആലോചിക്ക്. നിനക്ക് നിന്റെ അച്ഛനല്ലാതെ ഈ ലോകത്ത് വേറെ ആരും ഇല്ലെന്ന് മറക്കണ്ട. ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ? രൂപതി പേടിച്ചു പോയി. സേഠ് സ്വർണം തരുന്ന ആ പശുവിനെ അവിടെ നിന്ന് അഴിച്ച് വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയിട്ട് പാല് കറക്കാൻ സേഠ് ശ്രമിച്ചു. അല്ല, ഇതിനെന്താ സംഭവിച്ചു? ഒരു തുള്ളി പാല് പോലും ഈ പശു തന്നില്ലല്ലോ. എന്താ ഇത്? അവര് രാവിലെ ഈ പശുവിനെ കറക്കി കാണും. ഇനി നാളെ രാവിലെ നോക്കാം. അന്ന് രാത്രി സേട്ടും ഭാര്യയും ഉറക്കത്തിന് കയറി. പുലർച്ചയ്ക്ക് എണീച്ച് അവര് നോക്കിയപ്പോ പശു വീട്ടിനകത്ത് കയറി മുറിക്കകത്ത് മുഴുവനും ഏകദേശം 2 അടിയോളം ചാണകം ഇട്ടിട്ടുണ്ട്. സേട്ടും ഭാര്യയും കട്ടിലേന്ന് എണീറ്റ് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു. പക്ഷേ അവർ 2 പേരും ചാണകത്തിനകത്ത് തെന്നി വീണു. അതിനകത്ത് ശ്വാസം മുട്ടി അവര് മരിച്ചു.
എല്ലാവരും പറയാറില്ലേ, മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാർക്ക് മോശമായ മരണം തന്നെ ആയിരിക്കും.